ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ല ഫ്രഷ് അയില കിട്ടിയപ്പം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു അടിപൊളി മീൻ കറിയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു മീൻ കറിയുടെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ തന്നെ പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുറച്ച് വലിയ സൈസ് അയില എടുത്തിട്ടുണ്ട്. അപ്പോൾ അയില നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഇതിനെ ഒന്ന് മുറിച്ച് കഷ്ണങ്ങളാക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഈ മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒരു ചെറിയ മിക്സി ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 5-6 ചെറിയുള്ളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ, അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടി 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂണിന് വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ മീൻ കറിയിൽ വേറെ പുളിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, അതിന് പകരമായിട്ടാണ് വിനാഗിരി ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കറിവേപ്പിലൊക്കെ അരച്ച് ചേർക്കുമ്പോൾ മാത്രമേ നമുക്കതിൻ്റെ ഗുണം നമ്മുടെ ശരീരത്തിന് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഞാനൊന്ന് ഒതുക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി മാറ്റി വെക്കാം. ഇനി കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചു. ചട്ടി ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഉള്ളിയുടെ പകുതി, അത് ചെറുതായി അരിഞ്ഞതാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അതും ഒരു പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ അരക്കുന്ന സമയത്ത് കടുകും ഉലുവയും കറിവേപ്പിലൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ കറിയിൽ അത് ചേർക്കേണ്ടി വരുന്നില്ല. ഈ ഉള്ളി ഒന്ന് ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ വാട്ടിയെടുക്കാം. ഉള്ളിയൊക്കെ നന്നായി കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ഈ അരച്ചെടുത്ത അരപ്പ് നല്ല കട്ടിയുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്കിതിൽ മിക്സി ജാറിൽ വെള്ളം ഒഴിച്ചിട്ട് കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചട്ടി നല്ല ചൂടായി കിടക്കുന്നത് കൊണ്ട് തന്നെ ചൂടുവെള്ളം തന്നെയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അരപ്പൊക്കെ ഒഴിച്ചു കൊടുത്തു. അപ്പം നമ്മളിതിൽ കുറേ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള അരപ്പ് നന്നായിട്ടൊന്ന് പച്ചമണമൊക്കെ മാറി വരണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 5 മിനിറ്റ് ഇതുപോലെ ചെറിയ തീയിൽ വെച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു എണ്ണ തെളിയുന്നത് വരെ നമ്മളിതുപോലെ വഴറ്റിയെടുക്കണം. അപ്പോൾ നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ചെറിയ തക്കാളി കനം കുറച്ച് അരിഞ്ഞിട്ടിട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് തിളപ്പിക്കാം. ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്ക് നമുക്കിതിലേക്ക് മീനിട്ട് കൊടുക്കാം. അപ്പോൾ മീൻ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്, അത് ഓരോ പീസായിട്ട് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കറി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ തീ കുറച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നമുക്കിതുപോലെ അടച്ച് വെക്കാം. ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മീനൊക്കെ ഏകദേശം വെന്ത് വരുന്നുണ്ട്. അങ്ങനെ 10 മിനിറ്റൊക്കെ കഴിഞ്ഞ് നമ്മുടെ കറിയൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മീനും അതിൽ നേരത്തെ ഇട്ടിട്ടുള്ള തക്കാളി വരെ നന്നായി അടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു കറിക്ക് സാധാരണ മുളകിട്ട കറിയേക്കാളും ടേസ്റ്റ് കൂടുതലാണ്. അതുപോലെ തന്നെ നല്ല കട്ടിയുള്ള മീൻ ചാറും നമുക്ക് കിട്ടും. അങ്ങനെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. നമ്മൾ സാധാരണ മീൻ മുളകിട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരുപാട് തക്കാളി ഉള്ളിയൊക്കെ ഇട്ടിട്ടായിരിക്കും ആക്കുന്നുണ്ടാകും. അതുപോലെ തന്നെ ഒരുപാട് പൊടികളൊക്കെ ആവശ്യമായിട്ട് വരും. പക്ഷേ ഈ ഒരു കറിക്ക് നമ്മൾ കുറച്ച് പൊടി എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ചെറിയൊരു പീസ്
ഉള്ളിയും ഒരു ചെറിയ തക്കാളിയാണ് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് തന്നെ ആവശ്യത്തിനുള്ള പുളിയും എരിവും ഒക്കെ ഈ ഒരു കറിക്കുണ്ട്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കേണ്ട ഒരു മീൻ കറിയാണ്. അപ്പോൾ 100% ടേസ്റ്റ് ഗ്യാരണ്ടിയാണ്. അപ്പോൾ വീട്ടിൽ കുറേ ആളൊക്കെ ഉള്ള സമയത്താണെങ്കിൽ നമ്മളിതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ചാറ് കൂടുതൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ മറക്കണ്ട, ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്തിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള വീഡിയോസിന് വേണ്ടി സ്റ്റേ ട്യൂൺ ഷീ സ്റ്റോറീസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.